നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലോകേഷ് കനകരാജ് ഡയറക്ഷൻ ചെയ്ത് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അഭിനയിക്കുന്ന റിലീസാകാൻ പോകുന്ന കൂലി എന്ന സിനിമയുടെ ബുക്കിങ്ങിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് പറയുന്നത്. അന്യ ബുക്കിംഗ് കേട്ടോ, അന്യ ബുക്കിംഗ്, ഒരു രക്ഷയില്ല. പിന്നെ കൊച്ചിയിലൊക്കെ ഒരു രക്ഷയില്ലാത്ത ബുക്കിങ്ങാണ്. ഒരാഴ്ച മുമ്പേ കൊച്ചിയിലൊക്കെ ഫില്ലായി. അന്യ ബുക്കിംഗ് കേട്ടോ. പടത്തിന് ഹൈപ്പ് കുറയ്ക്കാണ്ട് അവരുടെ ട്രെയിലറാണ് അങ്ങനെ ഇറക്കിയത്. ആ ട്രെയിലർ ഒട്ടുമിക്ക ആൾക്കാർക്കും, ഒരു 90% ആൾക്കാർക്കും ട്രെയിലർ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തായിരുന്നു. പക്ഷെ ആ ട്രെയിലറിനകത്ത് ആർക്കും ഇഷ്ടപ്പെടാത്ത, ഞാനത് ആരും ഉദ്ദേശിച്ച സംഭവം വന്നില്ല. അതാണ് ഇഷ്ടപ്പെടാൻ ഞാൻ. പക്ഷേ അത് ലോകേഷ് കനകരാജിൻ്റെ ബുദ്ധിയാണ്. അതായത് ട്രെയിലറിനകത്ത് ഒരുപാട് സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പടത്തിന് ഭയങ്കര ഹൈപ്പാവും. പിന്നെ പടം കാണുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാതെ വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ലോകേഷ് കനകരാജ് ബുദ്ധിപൂർവ്വം ട്രെയിലർ അങ്ങനെ ആയിക്കളഞ്ഞ്. അതായത് ആർക്കും ഒരു നോർമലായിട്ടൊരു ട്രെയിലർ അങ്ങ് ഇറക്കി വിട്ടേ. അപ്പോൾ ആർക്കും ഹൈപ്പ് വരത്തില്ല, വലിയ പ്രതീക്ഷ വരുന്നൊന്നുമില്ല. അങ്ങനെ എന്തായാലും പടം കാണാൻ ആൾക്കാർ പോവുകയും ചെയ്യും. പടം കാണാൻ കയറി കഴിയുമ്പോൾ ഹൈപ്പില്ലാതെ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെടും. പടം വേറെ ലെവലിലേക്ക് പോകും, നല്ല കളക്ഷൻ കിട്ടും, നല്ല തിക്കും തിരക്കൂടെ വരികയും ചെയ്യും. അതാണ് ലോകേഷ് കനകരാജ് ട്രെയിലറിൽ നിന്ന് ഉദ്ദേശിച്ചത്. പിന്നെ എ സർട്ടിഫിക്കറ്റ് ആണ് പടത്തിന്. അവിടെ ചിന്തിക്കണം, എ സർട്ടിഫിക്കറ്റ് പറയുമ്പോൾ അന്യ വെട്ടും കുത്തും ചോരക്കളി ആയിരിക്കും പടം. രജനീകാന്തിൻ്റെ പഴയ സ്റ്റൈലിൽ രജനീകാന്തിനെ കിട്ടുവാനത്. അത് കണ്ടില്ല, ട്രെയിലറിനകത്ത് കണ്ടില്ല, ഭാഷയുടെ സ്റ്റൈലൊക്കെ വരുന്നുണ്ടല്ലേ, പഴയ സ്റ്റൈൽ കിട്ടുന്നത് അതിനകത്ത്. പിന്നെ അതിനകത്ത് നല്ലൊരു കൈയ്യടി കിട്ടാനുള്ള ചാൻസ് കൂടുതലും അമീർ ഖാൻ എൻട്രി. എനിക്ക് അമീർ ഖാൻ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു 10 മിനിറ്റത്തേക്ക് വരുന്ന സാധനമാണെന്ന് തോന്നുന്നു. ക്ലൈമാക്സിൽ ലാസ്റ്റ് ഒരു 10 മിനിറ്റത്തേക്ക് അമീർ ഖാൻ കാണാം. അത് ഒന്നിയ സംഭവമായിരിക്കും. പിന്നെ ക്ലൈമാക്സിൽ ദളപതി വിജയുടെ ഒരു സൗണ്ടോ അല്ലെങ്കിൽ മറ്റേ ലിയോയുടെ എന്തെങ്കിലും വേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി കാണും വിജയുടെ. അല്ലാതെ ലിയോയുടെ കണക്ഷൻ എന്തെങ്കിലും കാണും. അല്ലാതെ വിജയുടെ ഒരു ഫോട്ടോ കാണിച്ചാൽ മതി. വിജയ് ഫാൻസോട് ആഘോഷിക്കും. രജനീകാന്ത് ഫാൻസ്, വിജയ് ഫാൻസ്, അമീർഖാൻ ഫാൻസ്, എല്ലാ ഫാൻസും കൂടി അങ്ങ് ആഘോഷിക്കും. എല്ലാവർക്കും ഉള്ളതാകും. എല്ലാവർക്കും ലോകേഷ് കനകരാജ് ഇട്ട് കൊടുക്കും. അപ്പോൾ പടം വേറെ ലെവലിൽ പോകും. അതുകൊണ്ട് വിജയുടെ ഒരു ക്ലൈമാക്സിൽ വിജയുടെ ഒരു സൗണ്ടോ പിക്ചറോ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് പടം ഒന്നുകൂടെ വേറെ ലെവലിൽ പോകും. വിജയ് ഫാൻസും ആഘോഷിക്കാനുള്ള സന്തോഷിക്കാനുള്ള വകുപ്പ് കിട്ടും. പക്ഷെ പടം എന്തായാലും ട്രെയിലർ കണ്ടണക്കല്ല, ഉഗ്രം പടമായിരിക്കും. ലോകേഷ് ട്രെയിലർ അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ചെയ്തിരിക്കുകയാണ് ഹൈപ്പ് കുറയ്ക്കാണ്ട്. പടം വേറെ ലെവലായിരിക്കും. പിന്നെ നമ്മുടെ സൗബിനും ഷാഹിറും നല്ല ഉഗ്രം കൈയ്യടി കിട്ടും. മോണിക്ക എന്ന സോങ് വരുമ്പോൾ തന്നെ തുള്ളലായിരിക്കും, തിയേറ്ററിനകത്ത് നിറച്ചും. പടം എന്തായാലും മോശമാകത്തില്ല. നല്ല അന്യ മേക്കിംഗ് ആയിരിക്കും, അന്യ ആക്ഷൻ ആയിരിക്കും. വെട്ടും കുതും ചോരയും കളിക്കും മാത്രമേ കാണത്തുള്ളൂ. പടം ഇറങ്ങാൻ ഇനി 3 ദിവസമേ ഉള്ളൂ. ഇന്ന് ആഗസ്റ്റ് 14 തീയതിയാണ് റിലീസ്, ഈ വരുന്ന വ്യാഴാഴ്ച. പക്ഷേ എല്ലായിടത്തും ഫുള്ളായി. ഇനിയിപ്പം ബുക്ക് ചെയ്യാൻ നോക്കണ്ട. ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ല. എന്തായാലും ഫസ്റ്റ് ഷോ നമ്മൾ കണ്ടിരിക്കും. എന്നിട്ട് എൻ്റെ ഫസ്റ്റ് ഷോ കണ്ടിട്ട് എൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും.